എന്താ കവറിൽ കാറായിട്ടൊക്കെ ഉണ്ട്. വായ എന്തായാലും ഹലോ ഹാഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മാറി താമസിച്ച വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കുറേ കമൻ്റ് ഇട്ടിരുന്നു. കുറേ സപ്പോർട്ട് ചെയ്ത കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ ആകെ പരന്ന് കിടക്കുകയാണ്. ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള മാത്രം ഉള്ള ഒരു ഭാഗം ഇങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് കിടന്ന് ഉറങ്ങിയതാണ് കേട്ടോ. ഇവിടെ കുറേ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട് ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കിച്ചണിൽ കയറിയിട്ട് ജോലി ചെയ്ത് നേരം കളയാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ തലേ ദിവസം വന്നതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. കുറേ ജോലികൾ ചെയ്തതല്ലേ, അപ്പോൾ കാലും കൈയൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഒന്ന് വൈകി എഴുന്നേക്കാനും വേണ്ടിയിട്ട്. പിന്നെ രാവിലെ നമ്മൾ ബ്രെഡും ജാമൊക്കെ കഴിച്ചിട്ട് ഇതാ ഇത്രയും സാധനങ്ങളുണ്ട് എടുത്ത് വെക്കാൻ. ഡ്രസ്സുകളാണ് കേട്ടോ കൂടുതലും. ഇത് നമ്മളിത് എങ്ങനെ വെക്കും, എവിടെ വെക്കും എന്ന് ആകെ കൺഫ്യൂഷനാണ്. സായിക്കുട്ടിക്ക് പിന്നെ ഷർട്ട് അയക്കണം. ഷർട്ട് ഇട്ടൊരു ജീവിതം എനിക്കില്ലല്ലോ. അങ്ങനെ ഈ ഡ്രസ്സുകളൊക്കെ ഇത് എവിടെ അടക്കി വെക്കണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത് തന്നെ ആദ്യം തീരുമാനിച്ചൊരു ഉറപ്പിൽ വരുത്തണം. നമ്മൾ ഇന്നലെ ഉറങ്ങാനും ബെഡും കട്ടിലും ശരിയാക്കിയിട്ടതാണ് കേട്ടോ. ബാക്കിയൊന്നും തുടച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് ഒരുങ്ങി പുറപ്പെടട്ടെ. അപ്പോൾ നമ്മൾ ഈ റൂമിൽ ഇന്നുമോളുടെ ഡ്രസ്സും പിന്നെ നമ്മൾ പഴയ റൂമിൽ നമ്മൾ റാക്കിൻ്റെ മുകളിൽ കുറേ കവറുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സുകൾ ഇവിടെയും അടക്കി വെക്കാം എന്നുള്ളൊരു തീരുമാനം നമ്മളായിട്ടുണ്ട്. പിന്നെ കട്ടക്ക് ഇന്നുമോളും നമ്മളെ സപ്പോർട്ട് ചെയ്യണ കാരണം കൊണ്ട് പ്രശ്നമല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും വലിയ ക്ഷീണമൊന്നും ഇല്ലാതെ. എന്നോടത്ത് 2-3 പേര് ചോദിച്ചിരുന്നു ഒരാളെ വിളിച്ചുകൂടെ ഇത് ശരിയാക്കാനെന്ന്. ആളെ വിളിക്കൊന്നും വേണ്ട, ഞങ്ങൾ തന്നെ മതി. പൊട്ടുന്നതാണേ. നമുക്ക് ആകെ 3 ഉള്ളൂ, അല്ല 4 ഉള്ളു പറയാൻ. സായി മോനെ ഇവിടെ വരി കണ്ടോ, അത് ഫുൾ എൻ്റെ ട്രോഫികളാ. ഒരു കഴിവേറിയായിരുന്നു, നന്നായി ഉള്ളൂ. ഓവർ ടാലന്റ് ഇവിടെ എന്നിട്ട്. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് പേര് ഇക്ക ഇല്ലേ എന്നുള്ള കമൻറ്റ് ഞാൻ കാണാഞ്ഞിട്ടല്ല കേട്ടോ അതിന് ഉത്തരം തരാത്തത്. അതിനിപ്പോൾ എന്താ ഞാൻ ഉത്തരം തരാം? ഇക്ക നമ്മുടെ കൂടെ ഇല്ല കേട്ടോ. ഇക്ക അവരുടെ ഒറ്റ മകനല്ലേ. പിന്നെ നമ്മൾ എന്താ വരാനുള്ള കാരണം പറയുമോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് കമൻ്റ് ഇട്ടിരുന്നു. എന്താ അതിപ്പോൾ മഞ്ജു വാര്യർ പറഞ്ഞതുപോലെ കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കലല്ലേ ഏറ്റവും നല്ലത്. അത് ഞാൻ എൻ്റെ പല കാര്യങ്ങളും അത് പഠിച്ചോ നോക്കിക്കോളും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ. അതല്ലാണ്ട് ഞാൻ എൻ്റെ പരാതികളും എൻ്റെ വിഷമങ്ങളും ഞാൻ എപ്പോഴും പഠിച്ചവനോട് മാത്രമേ പറയാറുള്ളൂ. പഠിപ്പുകളോട് ഞാൻ ഒരിക്കലും അങ്ങനെ പറയാറില്ല. എൻ്റെ വീട്ടുകാരോട് എൻ്റെ സ്വന്തം എന്ന് തോന്നുന്ന ആൾക്കാരോട് മാത്രം ഞാൻ എൻ്റെ വിഷമങ്ങൾ പറയുന്നില്ലതല്ലാണ്ട് എൻ്റെ വായന ഒരു വാക്ക് പോലും നെഗറ്റീവായിട്ട് ഞാൻ ആരെയും കുറിച്ചിട്ടും പറയാറില്ല. അത് എൻ്റെ ഉമ്മ പഠിപ്പിച്ചിരുന്ന ശീലമാണ്. എൻ്റെ ഉമ്മ ആരെ പറ്റിയിട്ടും ഒരു കുറ്റം പറയണത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കും അത് തന്നെയാണ് എൻ്റെ ശീലം. ഞാനൊരാളെ പറ്റിയിട്ടും കുറ്റം പറയണ്ട. എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം? എല്ലാ കാര്യങ്ങളും പഠിച്ചവൻ്റെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എന്ത് ശരിയും തെറ്റും പഠിച്ചവൻ തീരുമാനിക്കട്ടെ നീ. പിന്നെ നമ്മൾ ഇതാണ് കാരണം അതാണെന്ന് കാരണം എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു വിഷമം ഉണ്ടാക്കാൻ നമ്മൾ കാരണമാവണ്ട. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മുടെ അടക്കി വെക്കൽ ജോലി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു ഉച്ച 1-2 മണിയൊക്കെ ആയിരിക്കണം. നമുക്ക് വിശപ്പും ദാഹമൊന്നും അറിയുന്നേ അല്ല. കാരണം നമ്മളിങ്ങനെ ഒരു ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഇങ്ങനെ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ഒരു ഷെൽഫൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങിയിരുന്നു കേട്ടോ. കുറേ നമ്മൾ മെയിനായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് എവിടെ അടക്കി വെക്കേണ്ടതെന്ന് അറിയും. പക്ഷെ നമ്മൾ എത്ര അടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ലേ. നമ്മൾ അടക്കി വെക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ എവിടെ വെക്കുക
എന്നൊരു കൺഫ്യൂഷൻ വരുന്ന സാധനങ്ങൾ. അങ്ങനെ അടുക്കളയിൽ ഉള്ള ബൾബും ഇവിടുത്തെ എല്ലാ ബൾബും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിലുള്ള ബൾബുകൾ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു വലിയൊരു ബൾബ് കൊടുത്തിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇടുന്ന ബൾബായിരുന്നു. അപ്പോൾ ആ ബൾബൊന്ന് കിച്ചണിൽ നമ്മൾ മാറ്റിയിട്ടു കേട്ടോ. പിന്നെ നമ്മൾ തലേ ദിവസം പോയിട്ട് ഷോപ്പിംഗ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ ഏകദേശം അറേഞ്ച് ചെയ്ത് വെച്ചു. ഇപ്പോഴും നമ്മളിതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴാണ് അയ്യോ നമ്മൾ ആ സാധനം വാങ്ങിച്ചില്ല, ഈ സാധനം വാങ്ങിച്ചില്ല എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അപ്പം തന്നെ പോയിട്ട് എഴുതി വെക്കും, ഇന്ന സാധനമില്ല എന്ന്. അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് ചിരവിയില്ല, സ്റ്റൂളും ഇല്ല കേട്ടോ. നമ്മൾ 2 പ്രാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി. പക്ഷെ സ്റ്റൂളും ഇങ്ങോട്ട് എത്തിയിട്ടില്ല, ചിരവിയും ഇങ്ങോട്ട് എത്തിയില്ല. അതുകൊണ്ട് തേങ്ങ ചിരവി അരച്ച കറിയൊക്കെ ഇനി എന്നാ കഴിക്കാമെന്നൊരു പിടുത്തമില്ല. ഇനിയിപ്പോൾ അപ്പോൾ നമ്മൾ ഉള്ളിക്കോട്ട സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതൊരു പ്രത്യേക തരം ഉള്ളിക്കോട്ട. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്നൊരു സാധനം ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പറയാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചത്. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് നമുക്കിവിടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് എന്ത് സാധനവും വാങ്ങിച്ച് കൊടുത്ത് തരും. പിന്നെ ഇവിടുന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ടൗണിലേക്ക്. നമുക്ക് തന്നെ വേണമെങ്കിൽ പോയിട്ട് സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇങ്ങനെ പച്ചക്കറിയും കാര്യങ്ങളൊന്നും ഇത്രയും സ്റ്റോക്ക് ചെയ്ത് വെക്കൂല എന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് പാത്രങ്ങൾ നമ്മുടെ അഗാരോൻ്റെ സ്വന്തം കുറേ പാത്രങ്ങളുള്ള കാരണം കൊണ്ട് ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും എനിക്ക് വാങ്ങിക്കേണ്ടി വന്നില്ല കേട്ടോ. എനിക്ക് ചെറുതായിട്ട് ഇനി കയ്യിൽ സ്പൂണ്, ഭക്ഷണം കഴിക്കുന്ന പാത്രം, ഇതൊക്കെ ഒന്ന് വാങ്ങിക്കാനുണ്ട്. അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു, ഈ കുപ്പികൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചാൽ മതി, ഇങ്ങനെ വില കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോഴാണ് ഞാനത് ഓർത്തത്. പക്ഷേ നമ്മളത് പെട്ടെന്ന് ഉണ്ടാക്കിയ തീരുമാനമല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ അർജൻറ്റായിട്ട് യൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട കുപ്പികൾ മാത്രമേ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ. ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു 8-10 കുപ്പികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേ ദിവസം നമ്മൾ വാങ്ങിച്ച കുഴിമന്തി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് ചൂടാക്കിയിട്ടാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചത്. നമ്മൾ ഇന്ന് ഇവിടെ വെപ്പും തീനും പറഞ്ഞ പോലെ വെപ്പും തീനും ഉണ്ടാക്കിയിട്ടില്ല. അത് നമുക്ക് സമയമല്ല, അതാണ്. ഇത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കില്ല. അതിൻ്റെ കൂടി കുക്കിംഗ് കൂടി ആയി നമ്മൾ ആകെ ടയേർഡായി പോകും. പിന്നെ നമ്മൾ ഇവിടെ അലക്കിയ ഡ്രസ്സുകൾ നമുക്ക് വിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ വിശാലമായ സ്ഥലം കേട്ടോ. നമുക്ക് എത്ര ഡ്രസ്സ് വേണമെന്ന് വെച്ചാൽ കഴുകാം, ഉണക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ 2 ദിവസം അലക്കാനുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അലക്കി, പിന്നെ കുറേ നമ്മൾ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരുമ്പോൾ കുറേ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടതൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം നമ്മൾ അലക്കിയെടുത്തു കേട്ടോ. ഇവിടെ എത്ര ആൾക്കാർ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ വേറെ ഒന്നും ഇല്ലാഞ്ഞിട്ട് ഈ വീടിൻ്റെ ഐശ്വര്യം. ഇവരെ 3 ആൾക്കാർ ഞങ്ങൾ 3 ആൾക്കാർ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് തൂക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ തൽക്കാലം ഈ വീടിന്റെ ഐശ്വര്യം പറഞ്ഞിട്ട് എവിടെ ക്യാമറ ഓൺ തന്നെയാണ്. ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ തൂക്കാൻ പറ്റിയ മുതല് ആരാണ് ഫോട്ടത്തില് എന്റെ സായ്ക്കുട്ടി കാണല്ലോ. സായ്ക്കുട്ടിയോടേ കാര്യട്ട് കാണല്ലടാ. ഇതിന്റെ ഉള്ളിൽ ആള് ഞാനിവിടേക്ക് മാറി വന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങോട്ട് ഇഴുകി ചേർന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ എവിടേക്കോ എന്തൊക്കെയോ ഒരു വിങ്ങലൊക്കെ ഉണ്ട്. അതൊക്കെ പതുക്കെ മാറി ഞാനിനി ഇവിടുത്തെ ഒരാളായിട്ട് ഇങ്ങോട്ട് മാറി വരണം. ഇതന്നെ സ്ഥലം പോരെ ഒന്നും വേണ്ടിയില്ല. ഇതിനതൊക്കെ കൊടുത്തു കവറിൽ കാനായിട്ടൊക്കെ ഉണ്ട്. വായത്താല് മറ്റേ സായ്ക്കുട്ടിക്കാണ് എന്തെങ്കിലും സാധനം കിട്ടുന്ന ഇഷ്ടം. വാങ്ങിച്ചോ അനുഭൂത എന്തൊക്കെ കൊടുത്തൊക്കെ ഹാപ്പി ആയില്ലേ? അതിന്റെ ആവശ്യമല്ല, ഇല്ല ഒന്നുമില്ല. ഒരുപാട് ഫിറ്റ് ചെയ്ത് തന്നു. ഇതിപ്പോ ഇതൊക്കെ എങ്ങനെ അയക്കണേ? അല്ല വല്ലവന് പുല്ലുമായിട്ട് പറഞ്ഞ പോലത്തെ ഇതുള്ളു പണി. അങ്ങനെ നെജിയും കുട്ടികളൊക്കെ വന്നിട്ട് നമ്മൾ ബാക്കി കുറച്ചുകൂടിയും അടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നെജിയും കുറേയൊക്കെ സഹായിച്ചു. പിന്നെ ഞാനോട് പറഞ്ഞു മതി, ഈ സഹായിക്കൊന്നും വേണ്ട, ഞാൻ ചെയ്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി നമ്മൾ കുടിച്ചു കേട്ടോ. അനുമോൾ ഇവിടെ പെരുന്തമണ്ണ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അനുമോൾക്കും ഭയങ്കര സന്തോഷമായി ഞാനിങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ഞാനും ഓളത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് സ്കിറ്റ് വീഡിയോ ഒക്കെ എടുക്കണം, എനിക്ക് ഇനി 2 മരുമക്കളെ കാര്യം സ്കിറ്റ് വീഡിയോയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുമോൾക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ എൻ്റെ അടുത്തൊക്കെ വരുന്നത്. ഞാൻ അവരെ ചെറുപ്പത്തിൽ അനുമോളിയും ഒരേപോലെ
ഒരു 1-2 വർഷം നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം ഓൾക്ക് എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ അവർ നെജിയും കുട്ടികളൊക്കെ പോയി. ഇതിപ്പോൾ രാത്രി ഏകദേശം സമയം ഒരു 8 മണിയോളായിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴാണ് വീട് ഒരു പരുവത്തിൽ ഞങ്ങൾ ഇതൊന്ന് ആക്കിയെടുത്തത് കേട്ടോ. ഇനിയും കുറച്ചൊരു കുഞ്ഞു സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാനുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി എടുത്തു കേട്ടോ. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നല്ല സുഗന്ധം പൂശാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചന്ദനത്തിന് പുകപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല ഇങ്ങനെ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടേ ഒരു ചന്ദനത്തിലേക്ക് നന്നായിട്ട് പുകപ്പിച്ചിട്ടുണ്ടെങ്കിൽ വീടിനുള്ളിലൊരു നല്ലൊരു സുഗന്ധം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സമാധാനവും ഒരു ധൈര്യവും ഇതൊക്കെ കിട്ടില്ലേ അല്ലേ? നല്ല മണങ്ങൾക്ക് അകത്തൊരു കഴിവില്ലേ? അങ്ങനെ ഇപ്പോൾ എന്തായാലും എനിക്ക് നല്ല മണങ്ങൾ ഇങ്ങനെ ശ്വസിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ കുറേയും കൂടി ഒരു വിങ്ങലുണ്ട്, അതൊന്ന് ഒതുങ്ങി വരാനുണ്ട്. അതിന് ഞാനും പഠിച്ചവരോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം നന്നായിട്ട് ശരിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ വോയിസ് ഓവർ വീഡിയോ ആണോ പിന്നെ ഓൺ വോയിസ് വീഡിയോ ചെയ്യണതാണോ എന്ന് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.